ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴേ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരുന്നു. ഏട്ടായി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആലോചിക്കാം. നീയും ആലോചിക്കേ. ഓ, ഇത് എന്ത് ചാനലാണ്? ഇതൊരു ഫുഡിന്റെ വ്ളോഗാണോ, അതോ ഇനി ട്രാവൽ വ്ളോഗ് ആക്കണോ, അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ? എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇത് എങ്ങനെ കൊണ്ടുപോകണം, ഈ ഒരു ചാനൽ എന്ത് എന്ത് ബേസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന്. എനിക്ക് ഫുൾ ഒരു കൺഫ്യൂഷൻസ് ആയിരുന്നു. ഇത് തുടങ്ങിയപ്പോഴത്തേക്കും ഞാനൊരു കൗതുകത്തിന്റെ പേരിൽ കയറി അങ്ങ് തുടങ്ങിയതാണ്. തുടങ്ങി വെച്ച് ഞാനിത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാനിത് ആക്ച്വലി ഒരു ട്രാവൽ ബ്ലോഗായിട്ട് തുടങ്ങാന്ന് കരുതിയത്. പക്ഷെ ഇത് മൊത്തം ട്രാവൽ ബ്ലോഗ് ആയിരിക്കില്ല, ഇനി അങ്ങോട്ട് മാറി ചേഞ്ച് ആയിട്ടൊക്കെ വരും. ഞാൻ ബാറ്റിൽ മാറി കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് എന്റെ സഹധർമ്മിണിക്ക്. പുള്ളിക്കാരിയുടേതായിട്ടുള്ള കുറച്ച് പാക്കേജസ് ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വ്ളോഗിന്റെ ഭാഗം ഷൂട്ടിംഗ് ആയിട്ട് ഞാൻ കന്യാകുമാരി പോയത് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഞാൻ അങ്ങനെ കന്യാകുമാരി പോയപ്പോഴത്തേക്കും എനിക്ക് അവസാനത്തെ പ്ലേസ്, എനിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല സ്പെഷ്യൽ ആയിട്ടൊരു പ്ലേസ് എന്നെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പോലും അധികം അറിയത്തില്ല. ഞാൻ അധികം എന്താണ് പറയുന്നത്, ഈ അങ്ങനെ ഒന്നിലും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വ്ളോഗ്സ് ഒന്നും. അങ്ങനെ ഒരു സ്പെഷ്യൽ പ്ലേസ് ആകട്ടെ അവസാനത്തെ വീഡിയോ എന്ന് കരുതി അങ്ങനെ ഞാൻ ഇന്ന് പോയത് കന്യാകുമാരിയിലെ പീകോക്ക് സാങ്ച്വറിയാണ്. കാര്യം പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു പീകോക്ക് സാങ്ച്വറി അവിടെ ഉണ്ടെന്നുള്ള ഒരു സംഭവം പോലും. എനിക്ക് പോലും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്, വിസിറ്റേഴ്സ് അലൗഡ് ആണ്, അവിടെ ഇത്ര ടൈം ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും അവിടെ പോയി ഞാൻ അപ്പോഴാണ് അറിയുന്നത് ഇത്രയും കന്യാകുമാരി പോലെ ഇത്രയും തിരക്കേറിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇത് കിടക്കുന്ന കാര്യം ഒട്ടും എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനൊരു പ്ലേസ് അധികം ആർക്കും അറിയില്ല. ഏറ്റവും എനിക്ക് അതിശയിപ്പിച്ച കാര്യം, ഈവൻ കപ്പിൾസിന് പോലും അറിയില്ല ഇങ്ങനൊരു പ്ലേസ് ഇവിടെ ഉള്ള കാര്യം. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാരജീവിയാണ്. വികാരജീവി. ഇതിന്റെ അകത്ത് ഇവര് പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്ന പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. കൊച്ചു കള്ളൻ എന്നെ നോക്കി നോക്കി പോവാ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഇവിടെ ഈ മരമുല്ല ഒരു രക്ഷയില്ല. മരമുല്ല എന്ന് മാത്രമല്ല, ഒരുപാട് തരം ഈ പൂക്കുന്ന മരങ്ങള്, അതെല്ലാം ഇങ്ങനെ പൂത്ത് താഴെ വീണ് കിടക്കുന്നൊക്കെ കാണണം. ഒരു രക്ഷയില്ല ഇതിന്റെ അകത്ത്. സംഭവം കിട്ടിക്കിട്ടുണ്ട്. സൂപ്പർ. ഞാൻ നോക്കിയപ്പോ ഇവിടെ സൺറൈസ് പോയിന്റ് ഒക്കെ വെച്ചേക്കുന്നത് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. എന്നാ പിന്നെ അത് കാണാന്ന് കരുതി ഞാൻ അങ്ങോട്ട് നടന്നു. ഇതിന്റെ അകത്തൊരു സ്കൂളൊക്കെ ഉണ്ട്. എനിക്ക് ആ സ്കൂളിന്റെ പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പണ്ടേ എനിക്ക് സ്കൂൾ ഇഷ്ടമല്ല. സോ ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പോയത്. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഞാൻ ഫൈനലി അത് ആ ഒരു മയിലിനെ ഞാൻ കണ്ടേ. ആദ്യമായിട്ട് ഞാൻ ഒരു മയിലിനെ ഇവിടെ കണ്ടു. ഞാനേ കണ്ടുള്ളൂ. ഇത് ഇവരിവിടെ പശുക്കളെ മേയാൻ വിട്ടേക്കുന്നതാണ്. അത് ഭയങ്കര ഇതാണ്. അവർ ഈ ഓപ്പൺ പ്ലേസിലാണ് വിട്ടേക്കുന്നത്. അത് കാണാനൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരിയിൽ നമ്മൾ പലരും വന്നിട്ട് നമ്മൾ അവിടെ ഈ മെയിൻ സ്പോട്ടിൽ പോയി ആ തിരുവള്ളൂരിന്റെ പ്രതിമയും കണ്ട് വിവേകാനന്ദ ഇതിൽ പോകുന്നതിനേക്കാളും നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈ ഒരു സ്പോട്ടൊക്കെ വരണം. കറക്റ്റ് ഒരു റീഫ്രഷ്മെന്റ് പ്ലേസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്ലേസസ് ആണ്. കാര്യം ഇത് കപ്പിൾസിന് പോലും അറിയാത്തൊരു പ്ലേസസ് ആണ്. ഇത് ഇങ്ങനെ സംഭവിച്ചു പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവര് ഭയങ്കര വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഞാൻ നിന്നപ്പോ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇതകത്തുള്ള ഒരു സ്മൃതി മണ്ഡപമാണ്. എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയ ഒരു സംഭവമാണ്. നമുക്ക് അതിന്റെ കുറച്ച് സീൻസ് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം.
ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാട് കയറിപ്പോയ ഒരു പാർക്കാണ്. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഇവർ ഭയങ്കര നന്നായിട്ട് ചെയ്ത പ്രോജക്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ആരും വരാതെ അതൊക്കെ കാട് പിടിച്ചു പോയി. ഇവിടെ നമുക്ക് ഏറ്റവും കൗതുകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് പക്ഷികളെ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നു. ഈ മയിലുകളുടെ മാത്രമല്ല, ഈ മയിലുകൾ എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു വല്ലാത്തൊരു ഇതുപോലെ ആയിപ്പോന്നു. ഈ പീകോക്കിന്റെ സൗണ്ട് മാത്രമല്ല, നമുക്ക് അല്ലാതെ തന്നെ ഒരുപാട് പക്ഷികൾ, വേറെ വേറെ ഒരുപാട് തരം പക്ഷികൾ. എനിക്ക് അതിന്റെ പേര് പോലും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ആകെപ്പാടെ എനിക്കിതിൽ മനസ്സിലായ ഒരു സാധനം നമ്മുടെ നാട്ടിലെ ചിത്തിര മാത്രമാണ്. ചിത്തിര എന്നാണ് ഞങ്ങൾ അവിടെയൊക്കെ പറയുന്നത്, വേറെ പേരെന്താണെന്ന് അറിയില്ല. ആ ഒരു സംഭവം അത് ഇതിന്റെ ഇടയിൽ കിടന്ന് മേയുന്നുണ്ട്. പിന്നെ കാക്ക പിന്നെ നാട് മുഴുവനും ഉണ്ടല്ലോ, അതുകൊണ്ട് ആ സാധനം അത് മാത്രമേ എനിക്ക് അറിയാന്നുള്ളതായിട്ട് ഇതിന്റെ അകത്ത് കണ്ടുള്ളൂ. ബാക്കിയെല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ്. ഒരുപാട് പക്ഷികൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അതിന്റെയൊക്കെ ശബ്ദവും ഇതും. ഇപ്പം ഈവൻ ഈ മഴ സമയമായിട്ട് പോലും ഭയങ്കരമായി അവരൊക്കെ ഇങ്ങനെ ആ ഒരു ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ നടക്കാൻ ഒരു ഭയങ്കര രസം തന്നെയാണ് ഇവിടെ. വാവ്, ഏതോ ഒരു ഹൊറർ എഫക്റ്റിന്റെ പ്ലേസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയ ചുമരാവേ. ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. ഞാൻ ചമ്മിപ്പോയി. നമ്മൾ നേരത്തെ കണ്ട ആ സ്മൃതി മണ്ഡപത്തിന്റെ ബാക്ക് സൈഡായിരുന്നു ഇത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ കാണിച്ച ഒരു പാർക്കൊക്കെ, അതെല്ലാം കാട് പിടിച്ചതിന്റെ അകം എല്ലാം പാർക്കാണ്. അവരെന്തൊക്കെ ഒരുപാട് വാട്ടർ ഫൗണ്ടൻസും എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ പുല്ലിന്റെ ഇടയിലായിപ്പോയി. എനിക്കതിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കാണുന്ന ഈ വ്യൂ, ഈ രണ്ട് ഗേറ്റിന്റെ ഇടയിൽ കൂടെ ഈ കടലും ആ വിവേകാനന്ദ പാറ, അതൊക്കെ ഭയങ്കര നല്ല രസമാണ് സത്യം പറഞ്ഞിട്ട് കാണാൻ. മനോഹരമായ സ്ഥലം. ആൽമരം അവിടെ നിപ്പുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നാലും കുറച്ചു നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്യാന്ന് കരുതി. മഴയായിരുന്നു ഒന്നാമതും, പക്ഷെ നല്ല രസമാണ് ഇവിടെയൊക്കെ വന്ന് നിൽക്കാനും കാര്യങ്ങളും. ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ അവിടെ ഉള്ളത് ഞാൻ മാത്രമാണ്. വേറെ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട പ്ലേസസ് ആണ്. ഇതുപോലത്തേക്കുള്ള പ്ലേസസ് ആണ് സത്യം പറഞ്ഞാൽ വേണ്ടത്. ഒരു സൺറൈസ് പോയിന്റിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മോർണിംഗ് സമയമാകുമ്പോഴത്തേക്കിന് തുറന്നു കൊടുക്കുന്നെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ബീച്ചിലൊക്കെ ഇറങ്ങാൻ കഴിയും. ബീച്ച് പക്ഷെ എന്തോ ഒരു മിസ്സിംഗ് ഉള്ള പോലെ, ഒരു കറുത്ത സോയിലൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ അതിൽ നിറയെ മനുഷ്യന്മാര് കയറി മേഞ്ഞിട്ടുണ്ട്, നിറയെ കാൽപ്പാടുകളുണ്ട്. ഇതിലേക്കുള്ള എൻട്രൻസ്. അങ്ങനെ ആ മനോഹരമായ കാഴ്ചയൊക്കെ കഴിഞ്ഞു. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതാണ് അതിന്റെ വ്യൂസ്. ഇതാ ഇവിടെ ഒരു മയിൽ അങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ എവിടെ നോക്കിയാൽ ഈ മരമുല്ല കാണാൻ കഴിയുമെന്ന്. അതാണ് ഒരു സംഭവം. സത്യം പറഞ്ഞ ഇത് നമ്മളെല്ലാവരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഹൂ മഹാമായി. തിരിച്ചു വന്നപ്പോഴത്തേ കുറെ സുന്ദരന്മാർ ഇവിടെ നിന്ന് അങ്ങനെ ഫുഡ് ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു പുൽത്തോട്ടില്. ഇവിടുത്തെ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇവർ കെട്ടിയിട്ടൊന്നുമില്ല, അങ്ങ് ചുമ്മാ തുറന്നു വിട്ടേക്കുവാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ നെയ്യുന്നതും അവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അതെ, ഒരു പുള്ളിക്കാരെ ചവച്ച് എന്നെ നോക്കുന്നുണ്ട്.
ഇവിടെ ആക്ച്വലി പീകോക്ക് സാങ്ച്വറി മാത്രമല്ല ഉള്ളത്, ഇവിടെ വേറെയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. അതിലൊന്നാണ് ഈ ട്രിബ്യൂട്ട് വാൾ. ഇതാണ് അതിന്റെ ബാക്ക് സൈഡ്. നമ്മൾ അതിന്റെ ഫ്രണ്ട് മാത്രം കണ്ടാൽ പോരല്ലോ, ഞാൻ അതിന്റെ ബാക്ക് സൈഡും കൂടെ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് അധികം വൃത്തിയൊന്നും ഇല്ല കേട്ടോ, കാടൊക്കെ പിടിച്ച് കിടക്കുവാണ്. നമ്മൾ മലയാളികളാണല്ലോ, എവിടെ പോയാലും നമ്മളുടെ ആ ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം കൂടെ നമ്മൾ പാക്ക് ചെയ്ത് കൂടെ കൊണ്ടുപോകണം. അതാണ് നമ്മൾ മലയാളി മാറരുത്. ഇപ്പൊ കറക്റ്റായി. ഇത് അതിന് തൊട്ടടുത്തായിട്ട് കണ്ട ഒരു അമ്പലമാണ്. പക്ഷേ നമുക്കിതിലേക്ക് എന്താ പറയുക, വീഡിയോഗ്രാഫി അവർ അലോ ചെയ്യുന്നതല്ല, അവരുടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പറയാനൊന്നും ആരുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അകത്ത് ഷൂട്ട് ചെയ്യാം, പക്ഷേ അവർ എഴുതി വെച്ചിട്ടുള്ളതുമാണ്. പിന്നെ നമ്മൾ ആരും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കയറി ഷൂട്ട് ചെയ്യുന്നതൊക്കെ മോശമല്ലേ. അതുകൊണ്ട് ഞാൻ അകം ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ അതിന്റെ പവിത്രത കീപ്പ് ചെയ്ത് തന്നെ ഞാൻ പുറത്തുനിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഇവിടേക്ക് കയറി കാണുകയും എല്ലാം ചെയ്യാം. ആരുമില്ല ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗൈഡൻസിന് പോലും എന്തിന്റെയാണെന്ന് പറഞ്ഞു തരാൻ പോലും ആരും ഇവിടെ ഇല്ല. ഇത് ഞാൻ അവിടെ കണ്ട അടുത്ത് മറ്റൊരു സംഭവമാണ്. ഇത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ, അത് അമ്പലമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിയില്ല പറഞ്ഞു തരാൻ. കാര്യം അതൊന്നും ചോദിക്കാൻ പോലും ഇവിടെ മനുഷ്യന്മാരായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു മഹാദേവന്റെ പ്രതിമയൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അകത്ത് ഇത് ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കാര്യം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച. നമ്മളെ മനസ്സും ശരീരവും എല്ലാത്തിനും ഒരു സമാധാനം കിട്ടുന്നു. തീർച്ചയായും നല്ലൊരു പ്ലേസ് ആണ് ഇവിടെ. നിങ്ങൾ എപ്പോഴായിരുന്നാലും ഇനി നിങ്ങൾ ആരെങ്കിലും കന്യാകുമാരി വരുന്നുണ്ടെങ്കിൽ ഈ പ്ലേസ് മസ്റ്റ് വിസിറ്റ് ചെയ്യുക. കാര്യം ഇതുപോലത്തെ പ്ലേസസ് ആണ് നമ്മൾ സത്യം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാര്യം ഇവര് വലിയൊരു തുക ഇൻവെസ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ആരും ടൂറിസ്റ്റുകളായിട്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായ ഒരു സംഭവം. അപ്പം ഇതോടെ ഇന്നത്തെ എന്റെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും വളരെ വളരെ നന്ദി പറയുന്നുണ്ട്. കാര്യം ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ 71 സബ്സ്ക്രൈബേഴ്സ് ആയതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ചമ്മലാണ്. അപ്പൊ അയ്യേ നാണക്കേട്, എന്റെ വീഡിയോക്കൊന്നും വ്യൂവേഴ്സ് ഇല്ലല്ലോ അയ്യേ. പക്ഷെ ഞാനിങ്ങനെ ഓരോരുത്തരെയൊക്കെ നോക്കിയപ്പോഴത്തേക്കുമാണ് ആക്ച്വലി ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് നിങ്ങളോട്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത്. കാര്യം ഞാൻ ആകെപ്പാടെ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആവുന്നുള്ളൂ. എനിക്ക് 71 സബ്സ്ക്രൈബേഴ്സും ആയി. പിന്നെ കാര്യം നല്ല വ്യൂവേഴ്സും എനിക്ക് കിട്ടുന്നുണ്ട്. സാമാന്യം എന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കരമായിട്ടൊന്നും എനിക്ക് ഇല്ലെങ്കിൽ പോലും എന്നെ നിങ്ങൾ നാണം കെടുത്താതെ എന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. വളരെ നന്ദിയുണ്ട് അതിനെല്ലാവർക്കും. സോ തുടർന്നും ഇതേ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക. നമുക്ക് അടുത്ത് തീർച്ചയായും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ടാറ്റാ ബൈ ബൈ.